ഓം നമോ നാരായണായ. ദശകം 14. ശ്ലോകം 1. സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ സമനു പങ്കജസംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ശ്ലോകം 2. സമയേ ഖലു തത്ര കർദമാച്യ ദുഹിണാച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ. ശ്ലോകം 3. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേലി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം ബഭുരാവിഷ്കുരുഷേ സ്മ കർദമായ. ശ്ലോകം 4. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീഃ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിശ്ചാപ്യനുഗൃഹ്യ നിർഗതോഭൂ. ശ്ലോകം 5. സമനുഷദരൂപയാ മഹിഷ്യ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. നമസ്തേ. ദശകം 14. കപിലാവതാരം. ഭഗവാൻ ഹിരണ്യാക്ഷ വധം കഴിഞ്ഞതിന് ശേഷം കപില മഹർഷി എന്ന നിലയിൽ ഒരു അവതാരം സ്വീകരിച്ചു എന്നാണ് ശ്രീമദ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും മേൽപ്പത്തൂരും പറയുന്നത്. ആ സംഭവത്തെ നന്നായി അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം സമനുസ്മൃതതാവകാംഘ്രിയുഗ്മ സമനുഹു പങ്കജസംഭവാംഗജന്മ പങ്കജസംഭവാംഗജന്മ സമനു സമനുസ്മൃത താവകാംഘ്രിയുഗ്മ. ബ്രഹ്മാവിൻ്റെ മകനായ സ്വയംഭൂമനു അങ്ങയുടെ പാതാരവിന്ദങ്ങളെ വേണ്ട പോലെ ഓർമ്മിച്ചുകൊണ്ട് തേ ചരിതം കഥയൻ അങ്ങയുടെ അവതാര കഥകൾ പുകഴ്ത്തിക്കൊണ്ട് നിജ അന്തരം അന്തരായഹീനം സുഖം നിനായ തൻ്റെ മന്വന്തരകാലം വിഷമമൊന്നുമില്ലാതെ സുഖമായി കഴിഞ്ഞു. ഇവിടെ മന്വന്തരം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ മന്വന്തരം എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു മന്വന്തരം എന്നാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ചതുർയുഗം എന്നീ 4 യുഗങ്ങൾ കൂടിയ 71 ചതുർയുഗങ്ങളാണ് മന്വന്തരം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 284 യുഗങ്ങൾ വരെ നീണ്ടു കിടക്കുന്നതാണ് ഒരു മന്വന്തരം. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ പകൽ കൽപ്പത്തിൽ 14 മന്വന്തരങ്ങളുണ്ട്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ കൽപ്പം എന്നാണ് പറയുന്നത്. ആ ഒരു കൽപ്പത്തിലെ പകൽ സമയത്ത് 14 മന്വന്തരങ്ങളുണ്ട്. അപ്പോൾ 284 × 14 അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തോളൂ. അതായിരിക്കും അത്രയും ദീർഘകാലമായിരിക്കും അദ്ദേഹത്തിൻ്റെ പകൽ സമയത്ത് മന്വന്തരകാലം. സ്വയംഭൂമനു തൻ്റെ പത്നി ശതരൂപയോടൊപ്പം ഒരു മന്വന്തരം ഭഗവാന്റെ കഥകൾ പ്രകീർത്തിച്ചുകൊണ്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ സുഖമായി കഴിയും. ആദ്യത്തെ മനുവിൻ്റെ പേരാണ് സ്വയംഭൂമനു. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ശതരൂപ. ഒരു മന്വന്തരം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി എന്നാണ്. ആദ്യത്തെ മനുവാണ് സ്വയംഭൂമൻ. അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ ആദ്യത്തെ പിതാവും മാതാവും ആരാണെന്ന് ചോദിച്ചാൽ സ്വയംഭവ മനുവും ശതരൂപയുമാണ്. ഇത് നമ്മുടെ സനാതനധർമ്മത്തിൽ ജനിച്ച കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യവംശത്തിൻ്റെ ആദ്യ പിതാവ്, ആദ്യ മാതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും എന്താണ് എഴുതേണ്ടത് എന്നറിയില്ല. പക്ഷെ അവർ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ കാര്യങ്ങളാണ് മനസ്സിലാക്കുക. ആദമും ഹൗവയും എന്ന് പറഞ്ഞു വയ്ക്കും. പക്ഷെ അതല്ല, ശ്രീമദ് ഭാഗവതം വായിച്ചിരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും സ്വയംഭവമനുവും ശതരൂപയും എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 2. സമയേ ഖലു തത്ര കർദമാഖ്യോ ദൃഢഛായാവസ്ഥതീയ വാച
രണ്ടാമത്തെ ശ്ലോകത്തിൽ തത്ര സമയേ ഖലു ദ്രുഹിണ ഛായാഭവ കർദ്ദമാഖ്യ. ആ മന്വന്തരത്തിൽ തന്നെ ബ്രഹ്മാവിന് തൻ്റെ ഛായയിൽ, അതായത് നിഴലിൽ, കർദ്ദമൻ എന്ന പേരിലുള്ള പ്രജാപതി ഉണ്ടായി. കർദ്ദമൻ എന്ന പേരുള്ള ഒരു പ്രജാപതി ഉണ്ടായി. സ്വയംഭവന് ശേഷമുണ്ടായ പ്രജാപതിയുടെ പേരാണ് കർദ്ദമൻ എന്ന് പറയുന്നത്. തദീയ വാചാ ധൃത സർഗരസഹ ഭഗവൻ. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടികാര്യത്തിൽ ഭഗവാൻ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രജാപതിമാരെ സൃഷ്ടിക്കുന്നത്. നിസർഗരമ്യം ത്വാഹ അയുധം സമാഹ ശിഷയവേ. കർദ്ദമ പ്രജാപതി മനോമോഹനമൂർത്തിയായ അങ്ങയിൽ ആകൃഷ്ടനായി 10,000 വർഷം അങ്ങയെ പ്രാർത്ഥനയോട് സേവിച്ചു എന്നാണ്. ബ്രഹ്മാവിൻ്റെ നിഴലിൽ എന്ന് നേരത്തെ പറഞ്ഞു, അതിൽ നിന്നാണ് കർദ്ദമ പ്രജാപതി ഉണ്ടായത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബ്രഹ്മാവ് സൃഷ്ടി കർമ്മങ്ങൾ നിർവഹിക്കുന്നത്, അതിൻ്റേതായ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി നമ്മൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. നിഴലിൽ നിന്നൊരു സൃഷ്ടി നടത്താം എന്നതും ബ്രഹ്മാവ് നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. ശ്ലോകം 3. ഗരുഡോപരി കാളമേഘക്രമം വിലസത് കേളി സരോജവാണി പത്മം. ഹേ വിഭോ, ത്വം സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് ഗരുഡോപരി കാളമേഘക്രമം വിലസത് കേളി സരോജവാണി പത്മം. ഗരുഡൻ്റെ മുകളിൽ കയറി മഴമേഘങ്ങളെ പോലെ സുന്ദരവും കൗതുകത്തിനായി താമരപ്പൂ കയ്യിൽ പിടിച്ച് അസിതോല്ലസിതാനനം ബഹു കർദ്ദമായ ആവിഷ്കുരുഷേസ്മ. പുഞ്ചിരി പ്രകാശിക്കുന്ന മനോഹരമുഖവുമായ അങ്ങയുടെ ദിവ്യശരീരം കർദ്ദമന് പ്രത്യക്ഷമാക്കി. അതായത് കർദ്ദമ പ്രജാപതി വളരെ ദൈവവിശ്വാസിയായിരുന്നു. തൻ്റെ എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ ദൈവത്തെ ഓർത്തുകൊണ്ട് ചെയ്യുക എന്നൊരു സ്വഭാവമുള്ള ആളായിരുന്നു. തനിക്ക് യോജിച്ച പത്നിയെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ആയിരുന്ന കർദ്ദമൻ തപസ് ചെയ്ത് ഭാഗവതം 3ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. മനുഷ്യ സൃഷ്ടി നടത്താനായിട്ട് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു കർദ്ദമ പ്രജാപതിയോട്. പക്ഷേ എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിൽ, അതൊന്നും ബ്രഹ്മാവ് പറഞ്ഞില്ല. അപ്പോൾ അതിനെ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ ഒരു സൃഷ്ടികർമ്മം നടത്താൻ എന്നതിനെപ്പറ്റി അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ അതിന് തനിക്ക് അനുയോജ്യയായൊരു പത്നിയും കൂടി വേണം, എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച പോലുള്ള സൃഷ്ടികർമ്മം സുഗമമായിട്ട് നടത്താൻ പറ്റൂ. അങ്ങനെ അദ്ദേഹം തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. തനിക്ക് തൻ്റെ മനസ്സിനിണങ്ങിയ, രൂപം കൊണ്ട് മാത്രം പോരാ, തൻ്റെ മനസ്സിനിണങ്ങിയ ഒരു സഹധർമ്മിണിയെ ലഭിക്കാൻ വേണ്ടി കർദ്ദമ പ്രജാപതി തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ തങ്ങളുടെ ഇണകളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നൊരു സന്ദേശമാണ് കർദ്ദമ പ്രജാപതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. എന്തൊക്കെ ചേർന്നാലും മനസ്സൊന്നായില്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ തനിൻ്റെ മനസ്സറിഞ്ഞ ഒരു പത്നിയെ തനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് ഒരു നല്ലൊരു പത്നിക്ക് വേണ്ടി തപസ് ചെയ്ത ഒരു പ്രജാപതിയാണ് കർദ്ദമ പ്രജാപതി. അതും വിവാഹ ജീവിതത്തിൽ എത്ര ഗൗരവമായിട്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതം മരണം വരെ നിലനിൽക്കേണ്ടതാണ്. ഹൈന്ദവധർമ്മം അനുസരിച്ച് വിവാഹമോചനം പാപമാണ്. ഞാൻ പലതവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വിവാഹമോചനങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും വലിയൊരു കാര്യമില്ലാത്ത രൂപത്തിലാണ് കാണുന്നത്. ശരിയല്ല. കാരണം സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങൾ അറിയാത്തവർക്ക് ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്ന് ഭാഗവതമാണ്. അതുപോലെ തന്നെ രാമായണമാണ്. അതിലൊക്കെ എങ്ങനെയാണ് ദേവീ ദേവന്മാർ അവരുടെ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും നയിച്ചു എന്ന് നമുക്ക് ഉദാഹരണമായി നമ്മൾ എടുക്കേണ്ടതാണ്. അവരാരും തന്നെ വിവാഹമോചനം ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം വിവാഹാലോചന നടത്തുവാനും വിവാഹം കഴിക്കുവാനും എന്ന സന്ദേശമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. തൻ്റെ മനസ്സിനിണങ്ങിയ വധുവിനെ ഭഗവാനല്ലാതെ മറ്റാർക്കും കണ്ടെത്തുവാൻ സാധ്യമല്ല നല്ല ബോധ്യമുള്ള മഹത് വ്യക്തിയാണ് കർദ്ദമ പ്രജാപതി. ദൈവം അനുഗ്രഹിച്ചാലേ നമുക്ക് മനസ്സിനിണങ്ങിയ വരനെയോ വധുവിനെയോ ലഭിക്കുള്ളൂ.
അല്ലാതെ നമ്മൾ മാത്രം കണക്കൂട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയൊക്കെ ചേർക്കണം എന്നതോ അതൊന്നുമല്ല കാര്യം. മനസ്സാണ്. മനസ്സ് നമുക്ക് എങ്ങനെ ഒരാളുടെ മനസ്സ് നമുക്ക് തുളച്ചു നോക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കും. അവിടെ നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ യജ്ഞത്തിലേക്ക് കടക്കുന്നത്. പ്രാജപത്യ യജ്ഞം എന്നാണ് ദാമ്പത്യ ജീവിതത്തെ പറ്റി മഹർഷിമാർ പറയുന്നത്. തപസ്സിന് ഫലം കണ്ടു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഫലിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീനാരായണൻ ഗരുഡാരൂഢനായി കർദമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡവാഹനനായിട്ട് കർദമ പ്രജാപതിയുടെ മുമ്പിൽ വന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 4. സ്തുമതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നവാപി പുത്രീ. സ്തുമതേ പുളകാവൃതായ തസ്മൈ, സ്തുതിക്കുകയും രോമാഞ്ചം കൊള്ളുകയും ചെയ്യുന്ന കർദമന് മനുപുത്രീം ദൈതാം നവപുത്രി അഭി സ്വമേവ കപിലം സുതം ച, സ്വയംഭുവ മനുവിൻ്റെ മകളായ ദേവഹൂതിയെ പത്നിയായും അവളിലൂടെ 9 പുത്രിമാരെയും അങ്ങ് തന്നെ കപിലനെന്ന പേരിൽ പുത്രനായി അവതരിച്ചും പശ്ചാത് സ്വഗതിയും ച അനുഗൃഹ്യ ത്വം നിർഗത അഭു, ഒടുവിൽ മോക്ഷത്തെയും വരമായി കർദമ പ്രജാപതിക്ക് നൽകി അങ്ങ് അപ്രത്യക്ഷനായി എന്നാണ്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിനിണങ്ങിയ ഒരു പത്നിയെ നൽകി. അത് മറ്റാരുമല്ല, തൊട്ട് മുമ്പുള്ള ആ മന്വന്തരത്തിലെ സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപയുടെയും മകളായ ദേവഹൂതിയെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം ഒരു ആലോചന വരും. ആ ആലോചന ഗൗരവമായി ശ്രദ്ധിച്ച് അവിടെ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന ആ ആലോചന ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കൂ എന്നുള്ള നിർദ്ദേശം ഭഗവാൻ കൊടുത്തു എന്നാണ്. തനിക്ക് അനുയോജ്യയായ പത്നി വേണമെന്ന് ആഗ്രഹിച്ച തപസ്സിലെ കർദമന് ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് 4 വരങ്ങളാണ് അത്ര നൽകിയത്. ഒന്നാമതായി നൽകിയ വരം സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപയുടെയും മകളായ ദേവഹൂതിയെ പത്നിയാക്കണമെന്നാണ്. പത്നിയാകും എന്നുള്ളത് ഉറപ്പാണ്, ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ട്. രണ്ടാമത്തെ വരം കർദമ ദേവഹൂതി ദമ്പതിമാർക്ക് 9 പെൺകുട്ടികൾ ലഭിക്കും എന്നതാണ് രണ്ടാമത്. മൂന്നാമത്തെ വരം അവരുടെ പുത്രനായി ഭഗവാൻ തന്നെ കപിലൻ എന്ന പേരിൽ അവതരിക്കും. 4ാമത്തെ വരം ജീവിതാന്ത്യത്തിൽ മോക്ഷം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ആ തപസ്സിന് വലിയൊരു ഫലം കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് യാതൊരു തരത്തിലും തടസ്സമില്ലാതെ ഒഴുകി പരമമായ ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്താൻ അതുവഴി സാധിക്കും എന്നുള്ള ഉറപ്പ് ശ്രീനാരായണന് നേരിട്ട് ലഭിക്കുകയാണ് കർദമ പ്രജാപതി. ഇഷ്ടപ്പെട്ട ഭക്തന്മാർക്ക് ചോദിച്ചില്ലെങ്കിലും വരം എത്ര വേണമെങ്കിലും നൽകാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന കരുണാമയനാണ് മഹാവിഷ്ണു. ഇവിടെയാണ് മഹാവിഷ്ണുവിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്തന്മാർ അവരുടെ കർമ്മമാണ് നോക്കുന്നത് കേട്ടോ. അവരുടെ കർമ്മം ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചില്ലെങ്കിലും നമ്മൾ ചോദിക്കണ്ട, നമ്മുടെ എന്താണ് നമുക്കുള്ള ന്യൂനത, കുറവ്, ആഗ്രഹം, ഇതൊക്കെ മനസ്സിലാക്കി ഭഗവാൻ ഒരു വരമല്ല എത്ര വരം വേണമെങ്കിലും നൽകുന്ന കരുണാമയനാണ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ വിവാഹം നടന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുക. ശ്ലോകം 5. സ മനുഹു ശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാച ദേവഹൂത്യ ഭവതീരിതനാരദോപദിഷ്ഠ സമഗാത് കർദമാവതി പ്രതീക്ഷം. ഭഗവതിരി നാരദോപദിഷ്ഠ സഹ മനുഹു ശതരൂപയാ മഹിഷ്യ. അങ്ങയുടെ നിർദ്ദേശപ്രകാരം നാരദ മഹർഷി വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അറിയിച്ചതിനനുസരിച്ച് സ്വയംഭവ മനുവും ശതരൂപയും ഗുണവത്യ ദേവഹൂത്യ സുതയാച്ച, ഗുണവതിയായ ദേവഹൂതി എന്ന മകളുമായി ആഗതി പ്രതീക്ഷം കർദമ സമാഗത്, തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമൻ്റെ സമീപത്തേക്ക് ചെന്നു. വിവാഹ സംസ്കാര വിധിയിൽ വിവാഹത്തിന് മുമ്പ് പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടണമെന്ന നിബന്ധനയുണ്ട്. തുടർന്ന് അവരുടെ രക്ഷിതാക്കൾ ചേർന്ന് വിവാഹ നിശ്ചയവും നടത്തിയിരിക്കണം. മനുഷ്യ വംശചരിത്രത്തിൽ ആദ്യമായി വിവാഹ സംസ്കാര വിധിയിലൂടെ സുതാര്യമായ വിവാഹം നടത്തിയ ആദ്യത്തെ ദമ്പതികളാണ് കർദമനും ദേവഹൂതിയും. നമ്മുടെ വിവാഹ സംസ്കാര കർമ്മം രൂപവൽക്കരിക്കപ്പെടുന്നത്
കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും വിവാഹവും എങ്ങനെ വിവാഹം നടത്തണം, അതിൻ്റെ ആചാര വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാവും. ആദ്യം തന്നെ ആ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടാക്കണം. അത് അതിൽ അവർ പരസ്പരം സംസാരിക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് മറ്റ് കാര്യങ്ങളിലേക്ക് രക്ഷാകർത്താക്കൾ കടക്കേണ്ടത്. ഇപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് തുടക്കം കുറിച്ചത് കർദമ പ്രജാപതിയുടെ കാലത്താണ് എന്ന് വേണം. അപ്പോൾ എത്ര അനാദിയായി ആരംഭിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഈ വിവാഹ സംസ്കാരം സനാതനധർമ്മത്തിൽ. അല്ലാതെ 1000 കൊല്ലം മുമ്പ് തുടങ്ങിയതുമല്ല, 2000 ഇല്ല. മനുഷ്യവംശത്തിൻ്റെ ആദ്യ ദശയിൽ തന്നെ വിവാഹം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംസ്കാര കർമ്മം, ഷോഡശ സംസ്കാരത്തിലെ കർമ്മം, അതിൻ്റെ അടിത്തറ പാകി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ അവർ തമ്മിൽ വിവാഹം നടന്നു. സ്വയംഭൂവനു ശതരൂപിയും ഭാര്യാഭർത്താക്കന്മാരായിരുന്നു ഇതിനു മുമ്പുള്ള പ്രജാപതി. പക്ഷെ അവർ സൃഷ്ടിക്കുകയാണ്. സ്വയംഭവനുവിനെ പുരുഷരൂപത്തിലും ശതരൂപം സ്ത്രീ രൂപത്തിലും അങ്ങനെ അവർ യോജിക്കുകയാണ്. അവിടെ അതിന് മുമ്പ് അങ്ങനെ ഒരു ജന്മങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ വിവാഹത്തിന് നിശ്ചയം എന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം. ആദ്യം നിശ്ചയത്തോടുകൂടി വിവാഹം നടത്തിയത് കർദമ പ്രജാപതിയും ദേവഹൂതിയുമാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹ ജീവിതത്തിൽ പിന്നെ നമ്മൾ കൈക്കൊള്ളേണ്ടതായ ആചാര വിശേഷങ്ങൾ, പ്രൊസീജിയറാണ്. അത് നമ്മൾ ക്രമപ്രകാരം എങ്ങനെയാണോ ആദ്യം തുടങ്ങിയത് അതുപോലെ തന്നെ വേണം തുടങ്ങാനായിട്ട്. അത് കുട്ടികൾക്കും അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർ വലുതാകുമ്പോൾ അതനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശമാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. നമസ്തേ.